എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ നാട്ടിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. പലപ്പോഴും ഹെൽമെറ്റ് നമ്മൾ ധരിക്കുന്നത് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ്. ശരിക്കുമുള്ള കാരണം, ഹെൽമെറ്റിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത്, ഒരു അപകടം വന്നാൽ നമ്മളുടെ തലയ്ക്കൊരു ഇഞ്ചുറി സംഭവിക്കാൻ പാടില്ല. അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഹെൽമെറ്റ്. പക്ഷേ നമ്മൾ ധരിക്കുന്നതോ ആ ഒരു കാരണം വെച്ചല്ല, പലപ്പോഴും പോലീസിനെ പേടിച്ചിട്ടാണ്, അല്ലേ? ട്രാഫിക് പോലീസ് പിടിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് പലരും ഹെൽമെറ്റ് ധരിക്കുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ഹെൽമെറ്റ് ധരിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? യുദ്ധത്തിന് പോകുമ്പോൾ തലയ്ക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ യുദ്ധത്തിന് പോകുമ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഹെൽമെറ്റ് ധരിക്കുമായിരുന്നു. അതിന് ബൈബിളിൽ ശിരസ്ത്രം എന്ന് പറയാറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ ഇങ്ങനെ പോകാൻ നേരം ശൗൽ വന്ന് അവൻ്റെ യുദ്ധത്തിൻ്റെ ആയുധങ്ങളെല്ലാം യുദ്ധത്തിൽ പോകുമ്പം ഇടുന്ന ആ സംഭവങ്ങളെല്ലാം ദാവീദിനെ ധരിപ്പിച്ചു. എന്നിട്ട് അവൻ്റെ ശിരസ്ത്രം, താമ്രം കൊണ്ടുള്ള ശിരസ്ത്രം എടുത്ത് ദാവീദിൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. അതേ അധ്യായത്തിൽ, 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരാളുടെ ഹെൽമെറ്റിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. ഗോലിയാത്തിൻ്റെ ആ ആർമറിനെ കുറിച്ചെല്ലാം അവിടെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഗോലിയാത്തിനും താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഗോലിയാത്ത് ഒരു ഫിലിസ്തീനായിരുന്നു, അല്ലേ? ഫിലിസ്തീയ ഹെൽമെറ്റ്സിനെ നമ്മൾ ഹിസ്റ്ററി പഠിച്ചാൽ, ഫിലിസ്തീയരുടെ ഹെൽമെറ്റിന് ഈ നെറ്റി കവർ ചെയ്യുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഗോലിയാത്തിൻ്റെ ആ താമ്ര ശിരസ്ത്രം എന്ന് പറയുന്നിടത്ത് നെറ്റിയും കവർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ ആയിട്ടാണ് ദാവീദിൻ്റെ ആ കല്ല് ദാവീദ് എറിഞ്ഞപ്പോൾ അവൻ്റെ ആ താമ്ര ശിരസ്ത്രത്തിന് അവനെ സുരക്ഷിക്കാൻ പറ്റിയില്ല. അതിനകത്തൂടെ തുളച്ച് കയറി ഒരു ബുള്ളറ്റ് കയറി പോകുന്ന പോലാണ് ദാവീദ് എറിഞ്ഞ ആ കല്ല് അവൻ്റെ തലയ്ക്കകത്ത് കയറിപ്പോയത്. പക്ഷെ പ്രിയമുള്ളവരെ, ഈ ഗോലിയാത്തിനെ സൂക്ഷിക്കാൻ പറ്റാഞ്ഞ് അവൻ്റെ ഹെൽമെറ്റ് പോലെയല്ല നമ്മളോട്, ദൈവമക്കളോട് ദൈവം ഒരു ഹെൽമെറ്റ് ധരിക്കാൻ പറയുന്നുണ്ട്. അത് നമ്മളെ സൂക്ഷിക്കാൻ പറ്റുന്ന ഹെൽമെറ്റാണ്. അതേതാ ഹെൽമെറ്റ് എന്നറിയോ? എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം എന്ന് മലയാളം ബൈബിളിൽ പറയുന്നു. രക്ഷ എന്ന ശിരസ്ത്രം എന്നുള്ളത് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം, അങ്ങനെയാണ് വരേണ്ടത്. ആ ഹെൽമെറ്റ് നമ്മൾ ധരിച്ചാൽ ദൈവവചനം പറയുന്നത് നമ്മുടെ തലക്കിട്ട് വരുന്ന അറ്റാക്കിൽ നിന്നെല്ലാം നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തലക്കിട്ട് എങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്? എപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. 132-ാം എപ്പിസോഡ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അതിനകത്ത് നമ്മൾ ചിന്തകളെക്കുറിച്ചാണ്, വിചാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അന്ന് നമ്മൾ കണ്ടു, ഒരു ആവറേജ് മനുഷ്യൻ്റെ ഒരു ദിവസം നമ്മളുടെ മനസ്സിൽ കൂടെ 60,000-ൽ പരം ചിന്തകളാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും. അതിനകത്ത് 80% എന്തുവാ? നെഗറ്റീവ്, നമ്മളെ വിഷമിപ്പിക്കുന്ന ചിന്തകളാണ്. നമ്മളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുമുള്ളവരെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച്, എല്ലാ ചിന്തകളും എന്താ? നെഗറ്റീവായ ചിന്തകളാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ ഒരു ദിവസം ഇത്രയധികം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? നിരാശ, ദേഷ്യം, വിഷമം, പിണക്ക്, അസൂയ, ഇതെല്ലാം കൂടെ വരും. ഡിപ്രഷൻ വരെ വരും. ഒരു മനുഷ്യന് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കാതെ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ തലയ്ക്കകത്തോട് ഇങ്ങനെ പോകുന്നതിൻ്റെ. ദൈവവചനം പറയാ, ഈ ശിരസ്ത്രം ഒന്ന് ധരിച്ചു നോക്കിയാൽ, ഈ ഹെൽമെറ്റ് ഒന്ന് ധരിച്ചേ, ഈ നെഗറ്റീവ് ചിന്തകളെ അതെന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. അകത്തേക്ക് കയറ്റത്തില്ല. അകത്തേക്ക് കയറാൻ പറ്റാതെ അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ രക്ഷയുടെ ശിരസ്ത്രം അല്ലാതെ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മളത് ധരിക്കുന്നത്? രക്ഷയുടെ സാൽവേഷൻ, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ശിരസ്ത്രം എങ്ങനെയാണ് എന്നും രാവിലെ എടുത്ത് തലയിൽ വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ വിച്ച് ഈസ് ഹോപ്പ്. അവിടെ പറയുന്ന ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ, അതാണ് ധരിക്കേണ്ടത്. എന്താണ്? പ്രത്യാശ, ഹോപ്പ്. അതാണ് രക്ഷയുടെ ശിരസ്ത്രം. യേശു ക്രിസ്തുവിലുള്ള നമ്മളുടെ പ്രത്യാശയുണ്ടല്ലോ, അതാണ് ശിരസ്ത്രം. ഈ ആക്ച്വലി ഉള്ള ഹെൽമെറ്റ്. ദൈവവചനം പറയാണ്, ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ
ഹോപ്പാണെന്ന്. നമ്മൾ 142 എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഈ നങ്കൂരം ഉണ്ട്, നമ്മുടെ പ്രാണന്റെ നങ്കൂരം, ആത്മാവിൻ്റെ നങ്കൂരം എന്ന് ദൈവവചനം പറയുന്നത്. അതെന്താ? അതും പ്രത്യാശ. നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ഈ സമുദ്രം പോലെ കിടക്കുന്ന നമ്മളുടെ ഈ ലോകത്തിൽ കൂടെ നമ്മുടെ ജീവിതയാത്ര ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ കാറ്റടിക്കും, തിരമാലകൾ വരും, അന്നേരമല്ല നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു നങ്കൂരമുണ്ട്. അതെന്നതാ? പ്രത്യാശ. അതുപോലെ തന്നെ നമ്മളുടെ തലയ്ക്കകത്തൂടെ നെഗറ്റീവായ ചിന്തകൾ ഇങ്ങനെ ബോംബിടുന്ന പോലെ, മിസൈൽ ഇടുന്ന പോലെ പിശാച് ഇങ്ങനെ ഇടുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റും കൂടെയാണ് ഈ പ്രത്യാശ. ഈ പ്രത്യാശ എന്ന ശിരസ്ത്രം, എന്ന ഹെൽമെറ്റ് എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന സാഹചര്യം, ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്ടേഴ്സ് റിപ്പോർട്ട് നെഗറ്റീവായ ഒരു റിപ്പോർട്ടാകാം. ചിലപ്പം നിങ്ങളുടെ സാഹചര്യം പറയാമെന്നുണ്ട്, ഇനി പ്രത്യാശയ്ക്ക് വകയില്ല എന്നായിരിക്കും നിങ്ങളുടെ സാഹചര്യം പറയുന്നത്. എങ്കിലും പ്രത്യാശ മുറുകെ പിടിക്കുക. കാരണം ഉണ്ടല്ലോ, പ്രത്യാശ എന്ന് പറയുന്ന ഈ ഒരൊറ്റ സംഭവമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ മുൻപോട്ട് പോകുവാൻ, വിജയം പ്രാപിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് ഹോപ്പ്. അത് എന്തുവാ? സ്നേഹമല്ല, സമാധാനമല്ല, ഒന്നുമല്ല, പ്രത്യാശയാണ്. ബെല്ലി ഗ്രഹാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആസ് ഓക്സിജൻ ഇസ് ടു അവർ ലങ്സ്, ഹോപ്പ് ഈസ് ടു അവർ സർവൈവൽ ഇൻ ദിസ് വേൾഡ്. നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ഓക്സിജൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെ ഈ ലോകത്തിൽ നമ്മുടെ അതിജീവനത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശയുടെ ആവശ്യമാണ്. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ പ്രത്യാശയുടെ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.